ബിന്ദു കൃഷ്ണ കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇങ്ങനെയൊരു നീക്കം നേരത്തെ തോന്നിയിരുന്നോ? ഇങ്ങനെയൊരു നീക്കം നടത്താൻ തക്ക ഒരു സാഹചര്യവും ശ്രീമതി പത്മജ വേണുഗോപാലിന് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല. അവർ ഈ പാർട്ടിയിൽ വന്ന നാൾ മുതൽ, പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ കോൺഗ്രസ് പാർട്ടി അർഹമായതും അതിനപ്പുറവും പരിഗണന കൊടുക്കുകയും അതിനുമപ്പുറത്തേക്ക് കേരളത്തിൽ മതേതരത്വത്തിന്റെ കാവലാളായിരുന്ന കേരളത്തിന്റെ എല്ലാ കാലത്തെയും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായ ലീഡർ ശ്രീ കെ കരുണാകരനെ പോലുള്ള ഒരു വർഗീയ പ്രസ്ഥാനത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പ്രയാസമാണ്. അവർ ആ തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് തെറ്റായ ഒരു കാര്യമാണ്, ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് നിലപാട്. ഈ നീക്കത്തെ കുറിച്ച് അതായത് കോൺഗ്രസിനും നേതൃത്വത്തിനും ഒന്നും അറിയാൻ സാധിച്ചില്ല, അങ്ങനെ വേണമോ മനസ്സിലാക്കാൻ? ചിലപ്പോ ഇഡിയെ പേടിപ്പിച്ചായിരിക്കാം. ആ ഗണത്തിലേക്ക് പത്മജയും കാണുന്നുണ്ട്. അല്ലാതൊരു കാരണം കാണാൻ കഴിയുന്നില്ലല്ലോ. ഈ പത്മജ വേണുഗോപാൽ എന്തിനാണ് ഇഡിയെ ഭയക്കുന്നത്? ആ കാര്യങ്ങൾ എന്തായാലും വരട്ടെ, അവർ പോവുകയാണെങ്കിൽ അപ്പൊ കാര്യങ്ങൾ പറയാം. അല്ല, അങ്ങനെ പറഞ്ഞാൽ അതൊരു സെൽഫ് ഗോൾ അല്ലേ ബിന്ദു കൃഷ്ണ? ആരുടെ സെൽഫ് ഗോള്? എന്ത് സെൽഫ് ഗോള്? ഈ ഇഡിയെ ഭയക്കേണ്ട ഒരാൾ പാർട്ടിയിൽ തുടർന്നിരുന്നു എന്നുള്ളതും. ഇഡി ആർക്കും ഭയക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയ എതിരാളികളെ കരിവാരി തേപ്പിക്കുവാനും പ്രലോഭിപ്പിക്കുവാനും ഭീഷണിപ്പെടുത്തുവാനും നരേന്ദ്രമോദി ഉപയോഗിക്കുന്ന ഒരു ഏജൻസിയായി അധപ്പതിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തിനും കുടുംബത്തിനും എതിരായിട്ട് വന്നിട്ട് ഒരു ഇഡി അന്വേഷിക്കുന്നില്ല. മുഖ്യമന്ത്രിയും CPM-ഉം തമ്മിലുള്ള BJP-യും തമ്മിലുള്ള ആ ബന്ധമായിരിക്കാം അത്. എന്ത് തന്നെയായാലും ശ്രീമതി പത്മജ വേണുഗോപാലിന്റെ നിലപാട് അറിയട്ടെ. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് കെ കരുണാകരന്റെ മകൾക്ക് അങ്ങനെ പോകാൻ കഴിയില്ല എന്നാണ്. ഈ പത്മജിയുടെ നിലപാട് അറിയിക്കട്ടെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഈ നിലപാട് പാർട്ടിയല്ലേ ചോദിക്കേണ്ടത്? പാർട്ടി അങ്ങനെ ചോദിക്കുകയും അറിയുകയും ഒക്കെ ചെയ്തോ? ബിന്ദുകൃഷ്ണയ്ക്ക് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും പാർട്ടി ആരെങ്കിലും ഒരു വിഷമം പറഞ്ഞാൽ അത് പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വം സമയാസമയങ്ങളിൽ ഇടപെടുകയും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതൊരാളുടെ കാര്യത്തിലാണ്? ഏതൊരാളുടെ കാര്യം അതില്. അതായത് അപ്പോൾ ഈ പാർട്ടിയോട് ഒരു തരത്തിലുമുള്ള അതൃപ്തി അല്ലായിരിക്കണം, മറിച്ച് ഇഡി പോലെയുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടാനുള്ള സാധ്യതയുണ്ട്, അത് മുന്നിൽ കണ്ടാണ് എന്നാണ്. മേ ബി. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു വേട്ടയാടാനൊക്കെ BJP തയ്യാറാകുന്ന ഒരു നേതാവാണോ? അങ്ങനെ ഒരു വലിയ പരിഗണനയും പരിവേഷവും ഒക്കെ പത്മജ വേണുഗോപാലിനുണ്ടോ ശ്രീമതി ബിന്ദു കൃഷ്ണ? നമ്മളിപ്പോ ഹൈപ്പോത്തറ്റിക്കലായിട്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട. വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അവർ പോകുന്നു എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ പോകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നോക്കാം. റൈറ്റ്. എന്തായാലും വളരെ തിരക്കിലാണ് താങ്കൾ എന്ന് തിരിച്ചറിയുന്നു. ഇഡിയെ ഭയന്നിട്ടാകാം ഈ ഇത്തരത്തിൽ പത്മജ വേണുഗോപാൽ പാർട്ടി വിടുന്നത് എന്ന സംശയമാണ് ബിന്ദു കൃഷ്ണ പറയുന്നത്. പക്ഷെ അങ്ങനെ ഭയക്കേണ്ട നേതാവൊന്നുമല്ല പത്മജ വേണുഗോപാൽ. അതിപ്പോൾ കരിവാരി തേക്കുന്നതിനൊക്കെയാണല്ലോ ഇഡിയെ ഉപയോഗിക്കുന്നത് കേന്ദ്ര സർക്കാർ. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു നീക്കം എന്നുള്ളതാണ്. മിഥുനാണ് തുടർന്നുകൊണ്ടിരുന്നത്. മിഥുൻ, കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ തന്നെ വന്നു തുടങ്ങി. അവിടെ ബിന്ദു കൃഷ്ണയെ പോലുള്ളവർ ഇഡിയെ ഭയന്നിട്ടാകാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അല്ലാതെ ഒരു അതൃപ്തിയും പാർട്ടിയിൽ വേണ്ട. ഈ പറഞ്ഞതുപോലെ മുകുന്ദപുരത്തും തൃശ്ശൂരിലുമൊക്കെ മത്സരിപ്പിച്ചതാണ്. പാർട്ടിയുടെ ഔദ്യോഗിക ഘടകങ്ങളിലടക്കം അംഗത്വമൊക്കെ ലഭിച്ചിരുന്നു എന്ന നിരീക്ഷണവുമുണ്ട്. അഭിലാഷ്, തീർച്ചയായും. അതായത് ബിന്ദുകൃഷ്ണ പറഞ്ഞു വെക്കുന്ന പോലെ തന്നെ അടുത്തിടെയാണ് പത്മജ വേണുഗോപാലിന്റെ ഭർത്താവിനെ ഇതുമായി ബന്ധപ്പെട്ട് ഏത് കേസിലാണ് ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അത് ഇപ്പോൾ ബിന്ദുകൃഷ്ണ പറഞ്ഞതുപോലെ തന്നെ പാർട്ടി വിട്ടു പോകുന്നത് ഔദ്യോഗികമായി പറയുന്നതിന് ശേഷം മാത്രം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാമെന്നാണ് പറയുന്നത്. അതായത് വേണുഗോപാലിനെ ഇഡി ചോദ്യം ചെയ്തു എന്നുള്ളത് സത്യമാണ്, പക്ഷേ ഏത് കേസിലാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാകാം ഇഡിയെ പേടിച്ച് പത്മജ എന്തിന് BJP-യിലേക്ക് പോകണമെന്നുള്ളൊരു ചോദ്യം പ്രധാനമായും ഉയരുന്നുണ്ട്. എന്തായാലും നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ പല നേതാക്കളും BJP-യിലേക്ക് ചേക്കേറുന്നത് ഈ ഒരു ഇഡി പേടി മൂലമാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. നമുക്കറിയാം മീനാക്ഷി ലേഖി അടക്കമുള്ള MP-മാർ പരസ്യമായി പാർലമെന്റിലടക്കം വലിയ രീതിയിൽ ഉന്നയിച്ചിരുന്നു. അതായത് ബഹളം വെക്കുന്ന MP-മാർക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് മീനാക്ഷി ലേഖി അടക്കമുള്ള MP-മാർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അതായത് നിങ്ങൾ മിണ്ടാതിരുന്നില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഇഡി വരുമെന്നുള്ള ഒരു ധാർഷ്ട്യത്തോടെയുള്ള ഒരു സംസാരം അന്ന് മീനാക്ഷി ലേഖി പാർലമെന്റിൽ ഉന്നയിച്ചതാണ്. അത്തരത്തിൽ പല
നേതാക്കളുടെയും വീട്ടിലേക്ക് ഇ ഡി ചെല്ലുന്നത് നമ്മൾ കണ്ടു. പല സംസ്ഥാനങ്ങളിലും പല മുതിർന്ന നേതാക്കളെയും ഒപ്പം തന്നെ ഇ ഡി പരിശോധന നടത്തുകയും ഒപ്പം തന്നെ ഇ ഡി വെട്ടിലാക്കുകയും തുടർന്ന് അവർ ബി.ജെ.പിയിലേക്ക് ചേക്കേറുന്നതും കണ്ടതാണ്. പക്ഷേ ഇത്തരത്തിൽ പത്മജ വേണുഗോപാലിനെ ബി.ജെ.പിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇ ഡിയെ ബി.ജെ.പി ഉപയോഗപ്പെടുത്തുമെന്നുള്ളൊരു ചോദ്യം പ്രധാനമായി വരുന്നു. അത്തരത്തിലൊരു പ്രധാനപ്പെട്ട നേതാവാണ് പത്മജ എന്നുള്ള കാര്യം നമുക്കിനി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഒരു നിലപാട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തേണ്ടത് ഇനി കോൺഗ്രസ് നേതൃത്വമാണ്. സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് നിലവിൽ നൽകാൻ കഴിയുന്ന എല്ലാ സ്ഥാനമാനങ്ങളും പത്മജയ്ക്ക് നൽകിയിട്ടുണ്ട്. നിലവിൽ 3 തവണ അവർ മത്സരിച്ചിട്ടുണ്ട്. അതായത് 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുകയും ചെയ്തു. ഈ 3 സീറ്റുകളിലും വിജയിക്കാൻ സാധിക്കുന്ന സീറ്റുകളായിരുന്നു. പക്ഷേ അവർ പരാജയപ്പെട്ടത് നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് എന്നുള്ള പത്മജയുടെ വിമർശനം അവർ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ നൽകാവുന്ന സ്ഥാനമാനങ്ങളെല്ലാം നൽകുകയും ചെയ്തു എന്നുള്ളൊരു നിലപാട് സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം KPCC അധ്യക്ഷനോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ ഒന്നും നടത്തിയിട്ടില്ല. എന്തായാലും നിലവിൽ AICC നേതൃത്വം രമേശ് ചെന്നിത്തലയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് വൈകിട്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുന്നത്. വൈകിട്ടോടുകൂടി ഡൽഹിയിലേക്ക് എത്തണമെന്നുള്ള ഒരു നിർദ്ദേശം രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് തോന്നുന്നത് ഒരുപക്ഷെ KC വേണുഗോപാൽ പത്മജയുമായി സംസാരിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ അല്പസമയത്തിനകം തന്നെ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും KC വേണുഗോപാലും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി ഒരു അനുനയ ശ്രമത്തിന് സ്കോപ്പുണ്ടോ, അല്ലെങ്കിൽ ഏത് അനുനയത്തിനാകും പത്മജ വഴങ്ങുക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വം ഏതാണ്ട് പത്മജയെ കൈയൊഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനിയൊരു ചർച്ചയ്ക്ക് പോകേണ്ട എന്നൊരു നിലപാടിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിൽ പുറത്തു വരുന്ന പ്രതികരണം അനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. റൈറ്റ് ഡാൻ, നമ്മൾ